ഹായ് ഓൾ 2024 ഏവരും കാത്തിരുന്ന SSCയുടെ മറ്റൊരു നോട്ടിഫിക്കേഷനാണ് SSC MTS ആൻഡ് ഹവിൽദാർ പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10th ലെവലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പോസ്റ്റാണ് SSC MTS ആൻഡ് ഹവിൽദാർ പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ 27 ആണ് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 31 ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 31 തന്നെയാണ്. ഈ ഓൺലൈൻ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 1 ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഈ എന്തെങ്കിലും കറക്ഷൻസ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസിൻ്റെ എൻഡിങ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 16 ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഒക്ടോബർ നവംബർ മന്തിലായിരിക്കും എന്തായാലും കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് വേക്കൻസീസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇയറിനേക്കാളും ഈ ഒരു ഇയറിൽ MTSൻ്റെ വേക്കൻസി കുറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ 4887 വേക്കൻസീസ് ആണ് ഈ ഒരു ഇയറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹവിൽദാർ പോസ്റ്റിന് കഴിഞ്ഞ ഇയറിനേക്കാളും ഈ ഒരു ഇയറിൽ വേക്കൻസീസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ 3439 വേക്കൻസീസ് ആണ് ഈ ഒരു ഇയറിൽ ഉള്ളത്. നെക്സ്റ്റ് ഏജ് ലിമിറ്റ് വരുന്നത് 18 to 25 ഇയേഴ്സ് വരെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റിനാണ് SSCയുടെ MTS പോസ്റ്റ്. അപ്പോൾ ഇതിലെ ഏജ് ലിമിറ്റ് വരുന്നത് 2899 മുതൽ 18/2006 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. SSCയുടെ MTS എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയുക. നെക്സ്റ്റ് 18 to 27 ഇയേഴ്സ് വരെയാണെങ്കിൽ 28/1997 മുതൽ 18/2006 വരെയുള്ളവർക്കായിരിക്കും ഈ ഒരു SSC ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. നെക്സ്റ്റ് SC/ST വിഭാഗക്കാരാണെങ്കിൽ 5 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷനും OBCക്കാരാണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷനുമാണ് ഈ രണ്ട് പോസ്റ്റുകളുമായിട്ടുള്ളത്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 10th ലെവലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പോസ്റ്റാണ് ഇത് SSC MTS ആൻഡ് ഹവിൽദാർ പോസ്റ്റ്. ഇതിന് കൂടെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ തന്നെ 2 സെഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ 2 സെഷനിലും 45 മിനിറ്റ്സിൻ്റെ 2 സെഷൻ ആയിരിക്കും ഉണ്ടാവുക. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവുക. നെക്സ്റ്റ് റീസണിങ് ആണെങ്കിലും 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസിലും ഓരോന്നും 3 മാർക്ക് എന്ന ലെവലിലായിരിക്കും. ടോട്ടൽ 60 മാർക്കിനായിരിക്കും വരിക. റീസണിങ് ആണെങ്കിലും QA ആണെങ്കിലും ടോട്ടൽ 60 മാർക്കിനായിരിക്കും വരിക. അപ്പം സെഷൻ 2 വരുന്നത് ജനറൽ അവയറൻസ് ആണ്. ജനറൽ അവയറൻസ് വരുന്നത് 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 25 ക്വസ്റ്റ്യൻസും ഓരോന്നും 3 മാർക്കിനായിരിക്കും വരിക. ടോട്ടൽ 75 മാർക്കിനായിരിക്കും. ഇംഗ്ലീഷിനാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ആണ്, ഓരോന്നും 3 മാർക്കാണ്. ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെ 2 സെഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു സെഷനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്ന എപ്പോഴാണോ അതിന് തൊട്ടടുത്ത് തന്നെ ആ ഒരു ടൈമിൽ തന്നെയാണ് സെഷൻ 2 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സിലബസ് വരികയാണെങ്കിൽ കഴിഞ്ഞ ഇയറിൽ എന്താണോ സിലബസ് സെയിം സിലബസ് തന്നെയാണ് ഈ ഒരു ഇയറും വന്നിട്ടുള്ളത്. അപ്പം ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, റീസണിങ് ഉണ്ട്, ജനറൽ അവയറൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഉണ്ട്. നെക്സ്റ്റ് ജനറൽ അവയറൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10th ലെവലുള്ള ലെവൽ വരെയുള്ളൂ ഈ ഒരു MTS എക്സാമിന് ചോദിക്കലുള്ളൂ. നെക്സ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഈ ഒരു എക്സാമിനുണ്ട്. അപ്പോൾ ഇത് വരുന്നത് ഹവിൽദാർ പോസ്റ്റുകളിലാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരിക. MTS പോസ്റ്റിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിൽ കാറ്റഗറിക്ക് 1600 മീറ്റർ 15 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യണം. ഫീമെയിൽ കാറ്റഗറി ആണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റ്സ് കൊണ്ടാണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ വാക്കിംഗ് ആണ്. നെക്സ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നത് ഹൈറ്റ്, മെയിൽസിന് ഹൈറ്റ് വരുന്നത് 157.5 ആണ്. 157.5 സെൻറ്റിമീറ്ററും ചെസ്റ്റിൻ്റെ മിനിമം വരുന്നത് 81 സെൻറ്റിമീറ്ററുമാണ്. ഇത് 5 സെൻറ്റിമീറ്ററോളം എക്സ്പാൻഡ് ചെയ്യാനും കഴിയണം. നെക്സ്റ്റ് ഫീമെയിൽസിനാണെങ്കിൽ ഹൈറ്റ് വരുന്നത് 152 സെൻറ്റിമീറ്റർ ആണ്. വെയിറ്റ് വരുന്നത് 48 കിലോഗ്രാം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കരുത്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ.